ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പൺ സെറ്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പായിട്ട് ഒരു പോയിന്റ്, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ നൈബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഇൻറ്റീരിയർ പോയിന്റ്, ഒരു സെറ്റിലെ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഒരു സെറ്റിനകത്തെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെങ്കിൽ ആ സെറ്റ് ഒരു ഓപ്പൺ സെറ്റ് എന്ന് പറയാമെന്നാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ നോക്കാം. ദ ഇൻഇക്വാളിറ്റി, കൺസിഡർ ദ ഇൻഇക്വാളിറ്റി റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇതൊരു റീജിയനെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ പ്ലെയിനിലുള്ള, കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു റീജിയനെയാണ് ഈ കാണിക്കുന്നത്. റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1. റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് നമ്മൾ എടുക്കണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സ് അല്ലേ അതിൻ്റെ റിയൽ പാർട്ട് വരുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഭാഗമാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇതാ ഈ ഭാഗം, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ സെയിം തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനിൻ്റെ റൈറ്റിലേക്ക് വരുന്ന ഭാഗം, അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ലോ. ഈ 1ലുള്ള പോയിന്റ്സ് ഉണ്ടാവില്ല അവിടെ. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 1 എന്നുള്ള പോയിന്റ് ഇല്ല, അതിന് തൊട്ടപ്പുറത്തെ പോയിന്റ്സ് ഏതൊക്കെയാണോ അത് മുതൽ ഇങ്ങോട്ട് റൈറ്റിലേക്കാണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന ഭാഗം. അതൊരു ഹാഫ് പ്ലെയിൻ, റൈറ്റ് ഹാഫ് പ്ലെയിൻ ആണ്. റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്നാണ് അതിനെ വിളിക്കുക. അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് റൈറ്റ് ഹാഫ് പ്ലെയിൻ എന്ന് വിളിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയാലും എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയാലും ഒക്കെ അങ്ങനത്തെ ഒരു ചെറിയ പ്ലെയിൻ ആണ്. ഒരു കുറച്ച് ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹാഫ് പ്ലെയിൻ ആണ് വരുന്നത്. ഇനി ഈ പറയുന്ന കാര്യം ഇതാണ്. ഒരു പോയിന്റ് സെറ്റ് നോട്ട് സെലക്ട് ചെയ്യാണ്. 1.1 + 2i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ സെലക്ട് ചെയ്തു നമ്മൾ. 1.1 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമുക്ക് എവിടെ അടയാളപ്പെടുത്താം? നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ എക്സ് ആക്സിസിൽ 1.1 കൊടുക്കുക, വൈ ആക്സിസിന് നേരെ 2 കൊടുക്കുക. സപ്പോസ് ഇവിടെയാണ് 2 എന്ന് വിചാരിക്കുക. 1.1 എന്ന് പറഞ്ഞാൽ 1ന് വളരെ അരികത്ത് ഇതാ ഇവിടെ സെലക്ട് ചെയ്യുന്നു നമ്മൾ കേട്ടോ. ഈ അറ്റത്ത് ഇത് ഈ 1ൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരും. അപ്പോൾ ആ പോയിന്റ് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും അതൊരു ഇൻറ്റീരിയർ പോയിന്റ് ആണ്. കാരണം അത് ഇങ്ങേ അറ്റത്താണ് എങ്കിലും, അറ്റത്ത് വന്നിട്ടുണ്ട് എങ്കിലും നമുക്ക് റേഡിയസ് വളരെ മൈന്യൂട്ട് റേഡിയസിലുള്ള ഒരു നൈബർഹുഡ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്ക് സെലക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ, ഈ റീജിയൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന രീതിയിൽ. അപ്പോൾ നോക്കി, ആ നൈബർഹുഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് 1.1 വരെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 0.1ൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ ബൗണ്ടറി ആയിട്ട് ഒരു 0.1ൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് 1.1 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു 0.05 അതിനേക്കാളും ചെറിയ റേഡിയസിലുള്ള ഒരു ഓപ്പൺ ഡിസ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ഓപ്പൺ ഡിസ്ക് അല്ലെങ്കിൽ ഈ നൈബർഹുഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, റേഡിയസ് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പോയിന്റ്സും ആ റീജിയണിൽ തന്നെ കിടക്കണം എന്നുള്ളതാണ്, ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓപ്പൺ ആവാനുള്ള, ഇൻറ്റീരിയർ പോയിന്റ് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് വളരെ മൈന്യൂട്ട് റേഡിയസിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 0.1 ഡിസ്റ്റൻസ്, ഈ 1ഉം 1.1ഉം തമ്മിലൊരു 0.1ൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഓപ്പൺ ഡിസ്കിൻ്റെ റേഡിയസ് നമ്മൾ 0.05 എന്ന് സെലക്ട് ചെയ്യാണ്, വളരെ ചെറുതാക്കി സെലക്ട് ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞു സർക്കിൾ അവിടെ ഫോം ചെയ്യാൻ, സർക്കിളല്ല നൈബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് അവിടെ ഫോം ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ 0.05 റേഡിയസിലായതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി ആ ബ്ലൂ കളറിൻ്റെ ഉള്ളിൽ, നമ്മുടെ റിക്വയർഡ് സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ കെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ റേഡിയസ് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്. അത് എത്രയും മൈന്യൂട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും മൈന്യൂട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു സെറ്റെങ്കിലും എക്സിസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ കുറച്ച് സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ഇൻറ്റീരിയർ പോയിന്റ് ആയി. പക്ഷെ പിന്നീട് പറയുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇതിന് ബൗണ്ടറിയിലുള്ള ഈ പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയിരുന്നില്ല കേട്ടോ. 1 എന്ന് പറയുന്ന പോയിന്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. കാരണം നമ്മളോട് റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ഫിഗറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഡോട്ടഡ് ലൈൻസാണ് വരച്ച് 1ൽ. കാരണം ആ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്സ് 1 എന്ന് പറയുന്ന ഈ പോയിന്റ്സും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 1ൽ പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ് ഈക്വൽ ടു 1 വരുന്ന ഒരു പോയിന്റ്, ഒരു കോംപ്ലക്സ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എങ്ങനെ റേഡിയസ് നമ്മൾ മൈന്യൂട്ടാക്കി എടുത്താലും കുറച്ച് ഭാഗം എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും.
അല്ലേ? ഈ ബ്ലൂ കളറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കിടക്കില്ല, ഈ റീജിയൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ലൈ ചെയ്യില്ല. ഇവിടെ ഈ ബൗണ്ടറി പോയിന്റ്, ഇവിടെ പിന്നെ ബൗണ്ടറിയിൽ പോയിന്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു പോയിന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ 1.1 സെലക്ട് ചെയ്തത്. എന്നിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള റേഡിയസ് സെലക്ട് ചെയ്തിട്ട് നൈബർഹുഡും പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ കേസിൽ 1 ഇൻക്ലൂഡഡ് ആണ്, അതിന് കൃത്യമായിട്ടൊരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ബൗണ്ടറിയിലെ പോയിന്റ്സും ഈ സെറ്റിലെ പോയിന്റ്സ് തന്നെയാണ്, എസ്സിലെ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ബൗണ്ടറിയിൽ നമ്മളൊരു പോയിന്റ് എടുത്ത് എത്ര ചെറിയ റേഡിയസിൽ വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും പകുതി ഭാഗം പുറത്തും കിടക്കും, പകുതി ഭാഗം അകത്തും കിടക്കും. ആ രീതിയിലാണ് നിൽക്കുക. ശരിയല്ലേ? അപ്പോൾ ഈ സെറ്റിൽ എന്താണ് ഈ പോയിന്റ്, ഇത് ഇൻറ്റീരിയർ പോയിന്റ് ആവില്ല. പക്ഷെ ഈ സെറ്റിൻ്റെ കേസിൽ ഈ 1 ഇൻക്ലൂഡഡ് അല്ലാതെ നമ്മൾ വരയ്ക്കുകയാണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1ഉം ഇത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ഉം ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതിന് കൃത്യമായ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട് ഇതിലെ പോയിന്റ്സ് എല്ലാം നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. റേഡിയസ് അത്രയും മൈന്യൂട്ട് ആക്കിയാൽ മതി. പക്ഷേ ഇവിടെ ബൗണ്ടറി പോയിന്റ്സ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതും കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഈ ബൗണ്ടറി പോയിന്റ്സിനെ നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ്സ് ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ രണ്ട് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സെറ്റിലെ എല്ലാ പോയിന്റും, ഈ റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എന്താവും, എല്ലാ പോയിന്റും ഇൻറ്റീരിയർ പോയിന്റ് ആവുമ്പോൾ ഈ സെറ്റ് എന്താവും, ഓപ്പൺ സെറ്റ് ആവും. പക്ഷേ ഈ സെറ്റിനകത്ത് ഈ ബൗണ്ടറിയിൽ വരുന്ന പോയിന്റ്സ്, ഇവിടെ നീങ്ങിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇൻറ്റീരിയർ പോയിന്റ് ആവും. പക്ഷേ ഈ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് എന്താവില്ല, ഇൻറ്റീരിയർ പോയിന്റ് ആവില്ല. ഒരെണ്ണെങ്കിലും ഇൻറ്റീരിയർ പോയിന്റ് അല്ലാണ്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓപ്പൺ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഇൻറ്റീരിയർ പോയിന്റ് ആയാൽ മാത്രമാണ് ആ സെറ്റ് ഓപ്പൺ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ബൗണ്ടറി പോയിന്റ്സ് ഇൻറ്റീരിയർ പോയിന്റ്സ് അല്ലാത്തത് കൊണ്ട് ഈ സെറ്റ് ഓപ്പൺ സെറ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇത് ഓപ്പൺ സെറ്റ് അല്ല, നോട്ട് ഓപ്പൺ. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ഒരു ഓപ്പൺ സെറ്റ് ആണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓപ്പൺ സെറ്റ് അല്ല. റീസൺ മനസ്സിലായല്ലോ? ഇവിടെ ബൗണ്ടറി പോയിന്റ്സ് ഇൻറ്റീരിയർ പോയിന്റ് ആയിട്ട് വരില്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ പോയിന്റ്സും, ഇവിടെ ബൗണ്ടറി ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പോയിന്റ്സും റേഡിയസ് മൈന്യൂട്ട്, ഇങ്ങോട്ട് അറ്റത്തേക്ക് വന്നാലും റേഡിയസ് മൈന്യൂട്ട് ആയിട്ട് എടുത്താൽ മതി. നമുക്ക് ആ പോയിന്റിനെ ചുറ്റും ഒരു നൈബർഹുഡ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇവിടെ നീങ്ങിയിട്ടുള്ള ഒരെണ്ണം കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ബൗണ്ടറി ആവാത്തത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതി തരാം. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഒരു ബൗണ്ടറി വരുമ്പോഴത്തേക്കും ആ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ആ പോയിന്റ്സ് ഒന്നും ഇൻറ്റീരിയർ പോയിന്റ്സ് അല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സെറ്റ് ഓപ്പൺ അല്ലാണ്ടാവും. അപ്പോൾ ഏതൊക്കെ സെറ്റാണ് ഓപ്പൺ, ഏതൊക്കെ സെറ്റാണ് ക്ലോസ്, മീൻസ് ഓപ്പൺ അല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയാറ്. തൽക്കാലം ക്ലോസ്ഡിൻ്റെ കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. ഏതൊക്കെയാണ് ഓപ്പൺ, ഏതൊക്കെയാണ് ഓപ്പൺ അല്ലാത്തത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പഠിക്കുക. അതിന് നന്നായിട്ട് ഡെഫിനേഷൻസ് മനസ്സിലാക്കാം. അടുത്തൊരു എക്സാമ്പിളും കൂടെ നമ്മളോട് പറയുന്നുണ്ട്. അടുത്ത് നമ്മളോട് പറയുന്ന എക്സാമ്പിൾ ഇതാണ്. അപ്പോൾ അടുത്ത എക്സാമ്പിളിൽ ഒരു 4 റീജിയൻസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ലെസ് ദാൻ 0 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൽ വൈ ലെസ് ദാൻ 0. നമുക്കറിയാലോ വൈ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ എക്സ് വൈ പ്ലെയിനിൽ ഈ എക്സ് ആക്സിസിന് താഴേക്കുള്ള ഭാഗമാണ് വൈ നെഗറ്റീവ് ആകുന്ന ഭാഗം. അപ്പോൾ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന റീജിയനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സെറ്റാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ സെറ്റ് ഓപ്പൺ സെറ്റിന് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. കാരണം ശരിയാണ്, നമ്മൾ നേരത്തെ റിയൽ പാർട്ട് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ലെസ് ദാൻ 0 ആണ്. ഈ ബൗണ്ടറി പോയിന്റ് ആയിട്ടുള്ള ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ് ആക്സിസ് അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, കണ്ടോ? അത് അതിൽ ഇൻക്ലൂഡഡ് അല്ല. അത് ഇൻക്ലൂഡഡ് ആണെങ്കിലാണ് അവിടെ നമുക്ക് ബൗണ്ടറി പോയിന്റ്സ് വരികയും ആ ബൗണ്ടറി പോയിന്റ്സ് ഇൻറ്റീരിയർ പോയിന്റ് അല്ലാതിരിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇവിടെ അത് ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് നമ്മൾ ഏറ്റവും അറ്റത്തുനിന്നുള്ള പോയിന്റ് ഏതാണോ അതെടുത്താൽ തന്നെയും അതിനേക്കാളും ചെറിയ റേഡിയസ് ഉള്ള നൈബർഹുഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിനെ നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ് ആക്കാൻ പറ്റും. അങ്ങനെ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പോയിന്റ്സിനെയും ഇൻറ്റീരിയർ പോയിന്റ്സ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കും, ഇങ്ങോട്ട് നീങ്ങിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? കാരണം അതിന് ചുറ്റും ഒരു നൈബർഹുഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. അത് വിത്തിൻ ദ സെറ്റ് തന്നെ ലൈ ചെയ്യും, ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് കെടുക്കും എന്നുള്ളതുകൊണ്ട്, ആ നൈബർഹുഡ് കെടുക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്കൊരു സംശയം തോന്നാൻ ഈ അറ്റത്തെ പോയിന്റ്സ് ആണ്. പക്ഷേ അറ്റത്തെ പോയിന്റ്സ് എടുത്താലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
വളരെ മൈന്യൂട്ട് റേഡിയസിലുള്ള നൈബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ ഡിസ്ക് അതിന് ചുറ്റും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നൈബർഹുഡ്സ് ഉണ്ടായാൽ മതി അത് ഇൻറ്റീരിയർ പോയിന്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ബൗണ്ടറി പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ ബൗണ്ടറി പോയിന്റ്സിന് ചുറ്റും നമുക്ക് അതുപോലെ ഒരു നൈബർഹുഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. എങ്ങനെ പോയാലും കുറച്ച് ഭാഗം പുറത്തേക്ക് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഈ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ടുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ബൗണ്ടറി പോയിന്റ്സ് വന്നേനെയായിരുന്നു. പക്ഷേ ജസ്റ്റ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എല്ലാ പോയിന്റ്സും ഇതിലെ ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓപ്പൺ സെറ്റാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് -1 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് സെഡ് ലെസ് ദാൻ 1 എന്നാണ്. റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ, നമ്മൾ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് ആണ് നമ്മുടെ റിയൽ പാർട്ട് ഓഫ് സെഡ്. അപ്പോൾ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആ റീജിയനെയാണ് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ -1ഉം ഇവിടെ +1ഉം ആണ്. അതിൻ്റെ ഇടയിലുള്ള പ്ലെയിനിലെ റീജിയൻ എന്ന് പറയുമ്പോൾ അതാ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ബൂട്ടം മോളിക്കും താഴ്ത്തിക്കും ഈ ഒരു റീജിയൻ ആണ് ഈ -1ൻ്റെയും +1ൻ്റെയും ഇടയിൽ എക്സ് വരുമ്പോഴുള്ള റീജിയൻ. ഇതിൻ്റെ ഇടയിലുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്ന റീജിയൻ. ഇപ്പോൾ ആ റീജിയൻസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റീജിയൻ ഒരു ഓപ്പൺ സെറ്റ് ആണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഓപ്പൺ സെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയോ അതേ നോക്കിയേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നില്ല, ഇവിടെയോ അതേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് ബൗണ്ടറിയിൽ വരുന്ന പോയിന്റ്സും അതിൽ ഇൻക്ലൂഡഡ് അല്ല. ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചേക്കണുണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയേനെ. അപ്പോൾ ഇത് രണ്ടും ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സും നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൻറ്റീരിയർ പോയിന്റ്സ് ആയിട്ട് വരും. ഈ അറ്റത്തുനിന്ന് എടുത്താലും ഞാൻ പറഞ്ഞില്ലേ റേഡിയസ് അത്രയും മൈന്യൂട്ടായിട്ട് എടുത്തിട്ട് നമുക്ക് അതിനെ ചുറ്റും ഒരു നൈബർഹുഡ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലൈ ചെയ്യുന്ന ഒരു നൈബർഹുഡ് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ആ സെയിം റീസൺ കൊണ്ട് തന്നെ ഇതും ഒരു ഓപ്പൺ സെറ്റാണ്. കാരണം ഇതിലെ ഓപ്പൺ സെറ്റിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു, ഒരു സെറ്റിനകത്തെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെങ്കിൽ ആ സെറ്റ് ഓപ്പൺ സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിനകത്തെ എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഒരു ഓപ്പൺ സെറ്റാണ്. ഓക്കെ, അടുത്ത നമ്മുടെ എക്സാമ്പിളാണ് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ആ റീജിയൻ ആദ്യം തന്നെ ആ സെറ്റ് എങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1. മോഡ് സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സർക്കിളാണ്. മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളും അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റുമാണ് അല്ലെങ്കിൽ ആ ഡിസ്ക്കാണ്. അപ്പോൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്കിളും അതിന് ആ സർക്കിളിലുള്ള പോയിന്റ്സ് ഇല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇല്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന് പുറത്തുള്ള ഭാഗം, ആ പ്ലെയിനിൽ ഈ സർക്കിളിന് പുറത്തുള്ള ഭാഗം, അകത്തുള്ളതും വരില്ല. അകത്തുള്ളത് ലെസ് ദാൻ 1 വരിക. ലെസ് ദാൻ 1 അകത്ത്, ഈക്വൽ ടു 1 ആ ബൗണ്ടറി, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ഭാഗം അല്ലേ, യൂണിറ്റ് സർക്കിളിന് പുറത്തുള്ള ഭാഗം, എക്സ്റ്റീരിയർ ഓഫ് ദ യൂണിറ്റ് സർക്കിളാണ് വരുന്നത്. അപ്പോൾ ഇതും അതെ, ഈ ബൗണ്ടറി, ഇതിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് ഒരു ബൗണ്ടറി ഇതിന് വരുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് വരുന്നത്. പക്ഷേ ഈ പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡഡ് അല്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമായേനെ, ഈ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയേനെ, അവിടെ നമുക്ക് ഇൻറ്റീരിയർ പോയിന്റ്സ് അല്ലാത്ത പോയിന്റ്സിനെയും കിട്ടിയേനെയായിരുന്നു. പക്ഷേ ഇവിടെ ഈ ബൗണ്ടറി ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് ഇതിലുള്ള എല്ലാ പോയിന്റ്സും നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ എടുത്തിട്ട് ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഭാഗത്തൊന്നും നമുക്ക് ഡൗട്ട് തോന്നില്ല. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ ഏറ്റവും അറ്റത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ തന്നെയും വളരെ മൈന്യൂട്ട് റേഡിയസിൽ എടുത്തിട്ട് നൈബർഹുഡ് കൺസിഡർ ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ഇതും ഒരു ഓപ്പൺ സെറ്റാണ് കേട്ടോ. പക്ഷേ ഈ ബൗണ്ടറി പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ലായിരുന്നു. അവിടെ നമുക്ക് എങ്ങനെ നൈബർഹുഡ് എടുത്താലും നൈബർഹുഡ് പുറത്തേക്ക് പോയേനെ. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്പൺ സെറ്റാണ്. പിന്നെ പറയുന്നതാണ് 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2. 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2. 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, √(x² + y² ആണ്. അപ്പോൾ 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ മോഡുലസ് വാല്യൂ എടുക്കേണ്ട, നിങ്ങൾ ഈ സർക്കിളിൻ്റെ ഭാഗം ഉദ്ദേശിച്ചോ. 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഓക്കെ, 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2. അപ്പോൾ മോഡ് സെഡ് ലെസ് ദാൻ 2 ആണ്. 2 റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഉൾവശമാണ്. പക്ഷേ മോഡ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, 1നേക്കാളും വലുതുമാണ്. 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഭാഗം മോഡ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ 2 റേഡിയസിലുള്ളതിൻ്റെ ഉൾവശം. പക്ഷെ അതിൽ തന്നെ 1 ലെസ് ദാൻ മോഡ് സെഡ് എന്ന് പറയുമ്പോൾ മോഡ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. 1ന് പുറമേയുള്ള വശവും വരും.
ടൂവിൻ്റെ ഉള്ളിലുള്ളതും 1ൻ്റെ പുറത്തേക്കുള്ളതുമായിട്ടുള്ള വശം, അതാണ് ഈ ഒരു ബ്ലൂ കളറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1ൻ്റെ പുറത്തേക്കാണ്, 2ൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ ആ സർക്കിളിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ റീജിയൻ കണ്ടുപിടിച്ചത്. ഈ റീജിയനെ ആനുലാർ റീജിയൻ എന്നാണ് പറയുക. ഈ റീജിയനും നമ്മൾ പറഞ്ഞ ഈ ബൗണ്ടറീസ് ഇൻക്ലൂഡഡ് അല്ല, ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ ഓപ്പൺ സെറ്റ്.